നമസ്കാരം. ഫിസിക്സിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ മോഷൻ ഇൻ എ പ്ലെയിൻ ആണ്. ഈ ചാപ്റ്ററിൽ നമ്മൾ വെക്ടേഴ്സിനെ കുറിച്ചാണ് കൂടുതലായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ വെക്ടേഴ്സിനെ ആഡ് ചെയ്തു, സബ്ട്രാക്ട് ചെയ്തു. അപ്പോൾ നിങ്ങൾക്കറിയാം ഇനി നമുക്ക് എന്തായിരിക്കും വെക്ടേഴ്സിനെ ചെയ്യാനുള്ളത്. തീർച്ചയായിട്ടും വെക്ടേഴ്സിനെ നമുക്ക് മൾട്ടിപ്ലൈയും ചെയ്യാം. നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത് വെക്ടേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വെക്ടേഴ്സിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ളത് വെക്ടേഴ്സിനെ ആഡ് ചെയ്യുമ്പോൾ എങ്ങനെയാണെന്നും സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണെന്നും ഉള്ളതും മാത്രമല്ല നമ്മൾ ഓർത്തോഗണൽ യൂണിറ്റ് വെക്ടേഴ്സ് എന്താണെന്നും മനസ്സിലാക്കി. ഓർത്തോഗണൽ യൂണിറ്റ് വെക്ടേഴ്സ് വെക്ടർ ഐ, വെക്ടർ ജെ, വെക്ടർ കെ, 3 യൂണിറ്റ് വെക്ടറുകളെ കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് കഴിഞ്ഞ ക്ലാസ്സുകളിൽ മനസ്സിലായി. നമുക്കിനി വെക്ടർ പ്രോഡക്ട്സിനെ കുറിച്ച് നമുക്ക് നോക്കാം, അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് വെക്ടേഴ്സ് ഒന്ന് നോക്കാം. ഒരു വെക്ടറിനെ നമുക്ക് 3 തരത്തിൽ മൾട്ടിപ്ലൈ ചെയ്യാം. നമുക്ക് ഒരു വെക്ടർ ക്വാണ്ടിറ്റി ഒരു സ്കെയിലാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, ഒരു വെക്ടർ ക്വാണ്ടിറ്റി ഒരു വെക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, വീണ്ടും ഒരു വെക്ടർ ക്വാണ്ടിറ്റിയെ ഒരു വെക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ നിങ്ങൾ ചോദിക്കും, അവസാനം എഴുതി രണ്ടും ഒരുപോലെ അല്ലേ, രണ്ട് ഇതിൻ്റെ വെക്ടേഴ്സിനെ 2 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്തേ? പറയാം. ഒരു വെക്ടറിനെ ഒരു വെക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന ആൻസർ ചിലപ്പോൾ എന്താകാം? സ്കെയിലാർ ആകാം. വീണ്ടും ഒരു വെക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ എന്താകാം? ഒരു വെക്ടറുമാകാം. ഇവിടെയാണ് ഡിഫറൻസ് ഇരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു വെക്ടറിന്, ഒരു വെക്ടർ ക്വാണ്ടിറ്റി എന്ന് വെച്ചാൽ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഉള്ള ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ ഒരു വെക്ടറിനെ മറ്റൊരു വെക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ സ്വാഭാവികമായിട്ട് നമ്മുടെ ചിന്ത എന്താ? അതൊരു വെക്ടർ ആയിരിക്കണം, റിസൾട്ട് ഒരു വെക്ടർ ആയിരിക്കണം. പക്ഷെ അല്ല, റിസൾട്ട് വേണമെങ്കിൽ എന്തുമാകാം? ഒരു സ്കെയിലാർ ആകാം, വേണമെങ്കിൽ എന്തും കിട്ടാം, ഒരു വെക്ടറും കിട്ടാം. അപ്പോൾ ഇതാണ് ഇവർ തമ്മിലുള്ള വ്യത്യാസം. നമുക്ക് എന്തായാലും ഫസ്റ്റ് ഓഫ് ഓൾ എഴുതിയ കാര്യം നോക്കാം. ഒരു സ്കെയിലാറിന് ഒരു വെക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടുമെന്ന് നോക്കാം. സപ്പോസ് എ എന്നൊരു വെക്ടർ ക്വാണ്ടിറ്റി ആണ്. എ എന്നൊരു വെക്ടർ ക്വാണ്ടിറ്റി 3i + 4j - 5k, ഇതാണ് ഒരു വെക്ടർ ക്വാണ്ടിറ്റിയാണ്. ഈ വെക്ടർ ക്വാണ്ടിറ്റി ഞാൻ ഒരു സ്കെയിലാർ കൊണ്ട് മൾട്ടിപ്ലൈ എന്ന് വെച്ചാൽ ഒരു 2 എന്നൊരു നമ്പർ ഒരു സ്കെയിലാറാണ്, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ അല്ലേ. എന്ന് പറഞ്ഞാൽ 2 എന്ന മാഗ്നിറ്റ്യൂഡ് കൊണ്ട് ഒരു സ്കെയിലാർ കൊണ്ട് എ എന്ന വെക്ടറിനെ മൾട്ടിപ്ലൈ ചെയ്താൽ അർത്ഥം 2 × 2 എന്ന മാഗ്നിറ്റ്യൂഡ് കൊണ്ട് എ എന്ന വെക്ടർ ആരാ? ഇപ്പോൾ 3i + 4j - 5k ആണ്. അപ്പോൾ 2 × 3 എത്ര കിട്ടും? 6i. 2 × 4 എത്ര കിട്ടും? 8j - 2 × 5 എത്ര കിട്ടണം? 10k. അപ്പോൾ ഇത്രയേ ഉള്ളൂ അതിൻ്റെ കാര്യം. അപ്പോൾ ഒരു വെക്ടറിനെ ഒരു സ്കെയിലാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക എന്ന് വെച്ചാൽ ജസ്റ്റ് ആ നമ്പറിനെ, സ്കെയിലാർ എന്ന ക്വാണ്ടിറ്റിയെ നിങ്ങൾക്ക് കിട്ടിയ വെക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ എനി വെക്ടർ ക്യാൻ ബി മൾട്ടിപ്ലൈഡ് ബൈ സ്കെയിലാർ. അതാണ് നമ്മൾ അവിടെ മനസ്സിലാക്കുന്നത്. ഇനി നമുക്ക് ഒരു വെക്ടറിനെ ഒരു വെക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് സംഭവിക്കും നോക്കാം. ഓക്കെ, ഒരു വെക്ടറിനെ ഒരു വെക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ, ഒരു വെക്ടറിനെ ഒരു വെക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമ്മളിപ്പോൾ പറഞ്ഞു എന്നാ പറ്റുമെന്നാ? ആൻസർ ചിലപ്പോൾ എന്താകാം? കിട്ടുന്ന ആൻസറിന് എന്താകാം? മാഗ്നിറ്റ്യൂഡ് മാത്രമേ കാണൂ. ആര് കാണില്ല? ഡയറക്ഷൻ കാണില്ല. സപ്പോസ് എ എന്ന വെക്ടറിനെ ബി എന്ന വെക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ കിട്ടിയ ആൻസർ സി ആണെങ്കിൽ, ഈ സി എന്ന് പറയുന്നത് ഒരു മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ള ഒരു ക്വാണ്ടിറ്റി ആകാം. ദാറ്റ് ഈസ് നമ്പർ ആയിരിക്കാം. 3, 10, 11, 12, 14 ഒരു നമ്പർ ആയിരിക്കാം. അപ്പൊ നമുക്ക് കിട്ടുന്ന റിസൾട്ടിന് മാഗ്നിറ്റ്യൂഡേ ഉള്ളൂ, ഡയറക്ഷൻ ഇല്ല എങ്കിൽ അങ്ങനെയുള്ള പ്രോഡക്റ്റിനെ വിളിക്കുന്ന പേരാണ് ഡോട്ട് പ്രോഡക്റ്റ്, അല്ലെങ്കിൽ നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരാണ് സ്കെയിലാർ പ്രോഡക്റ്റ്. സ്കെയിലാർ പ്രോഡക്റ്റ്. നമ്മൾ വെക്ടേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്താൽ അതുകൊണ്ട് തന്നെ കിട്ടുന്ന റിസൾട്ടിന് മാഗ്നിറ്റ്യൂഡ് മാത്രമേ, ദിശയില്ല എങ്കിൽ നമ്മൾ അവരെ വിളിക്കുന്ന പേരാണ് ഡോട്ട് പ്രോഡക്റ്റ് അഥവാ സ്കെയിലാർ പ്രോഡക്റ്റ്. അപ്പം നമ്മൾ ഇന്ന് ശ്രദ്ധിക്കാൻ പോകുന്നത് സ്കെയിലാർ പ്രോഡക്റ്റുകൾ എന്താണ്, അതിൻ്റെ പ്രോപ്പർട്ടീസ് എന്താണ്, അവരെ പ്രോഡക്റ്റുകൾക്ക് ഉണ്ടാകുന്ന ഗുണഗണങ്ങൾ എന്താണ്, ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് ശ്രദ്ധിക്കാൻ പോകുന്നത്. അപ്പം നമ്മൾ 2 വെക്ടറുകളെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന റിസൾട്ട് സ്കെയിലാർ ആണെങ്കിൽ ആ സ്കെയിലാർ ക്വാണ്ടിറ്റി റെപ്രസെന്റ് ചെയ്യുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ റെപ്രസെന്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ പറഞ്ഞു എന്നാ വിളിക്കുന്ന? ഡോട്ട് പ്രോഡക്റ്റ് എന്ന് വിളിക്കുന്ന പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ എഴുതാം എ ഡോട്ട് ബി ഈക്വൽസ് ആയിരിക്കും റിസൾട്ട്. റിസൾട്ട് എന്താ നമുക്ക് നോക്കാം. മോഡ് ഓഫ് എ മൾട്ടിപ്ലൈഡ് ബൈ മോഡ് ഓഫ് ബി ഇൻറ്റു കോസ് തീറ്റ ആയിരിക്കും അതിന്റെ റിസൾട്ട്. നമുക്കിത് നോക്കാം, അതിന്റെ ഓരോ ടേംസും എന്താണെന്ന് നമുക്ക് നോക്കാം. എ എന്നൊരു വെക്ടറാണ്, ബി എന്ന മറ്റൊരു വെക്ടർ ഉണ്ട്. ഇവർക്കിടയിലുള്ള ആംഗിൾ ആണ് തീറ്റ എങ്കിൽ എ എന്ന വെക്ടറിനെയും ബി എന്ന വെക്ടറിനെയും മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ കിട്ടിയ ആൻസറിന്
ഡയറക്ഷൻ ഇല്ല, മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളെങ്കിൽ ആ റിസൾട്ട് മോഡ് ഓഫ് എ ഇൻറ്റു മോഡ് ഓഫ് ബി ഇൻറ്റു കോസ് തീറ്റയാണ്. ആ തീറ്റ എന്ന് പറയുന്നത് എ എന്ന വെക്ടറിന്റെയും ബി എന്ന വെക്ടറിന്റെയും ഇടയിലുള്ള ആംഗിൾ ആയിരിക്കും തീറ്റ എന്ന് പറയും. അപ്പോൾ എയും ബി എന്താന്ന് ചോദിച്ചാൽ ദേ ആർ ദ മാഗ്നിറ്റ്യൂഡ്സ് ഓഫ് ആരുടെയൊക്കെയാ? വെക്ടർ എ ആൻഡ് വെക്ടർ ബി. ഇതിന്റെ യഥാർത്ഥത്തിലുള്ള ഇതിന്റെ ഒരു ഫിസിക്കൽ മീനിങ് നമുക്ക് ഈ ക്ലാസ്സിന്റെ അവസാനം പറയാം. തൽക്കാലം എ ഡോട്ട് ബി ഈക്വൽസ് റിസൾട്ട് നമുക്ക് ഇങ്ങനെയാണ്, മോഡ് ഓഫ് എ ഇൻറ്റു മോഡ് ഓഫ് ബി ഇൻറ്റു കോസ് തീറ്റയാണ്. ഈ റിസൾട്ടിൽ ആരില്ല, ഡയറക്ഷൻ ഇല്ല. അതുകൊണ്ട് തന്നെ ഇത് എന്താ ജസ്റ്റ് എ നമ്പർ ആയിരിക്കും, ഒരു മാഗ്നിറ്റ്യൂഡ് മാത്രമുള്ള. ഹാഫ് ആകാം, 30 ആകാം, 60 ആകാം, 100 ആകാം, ഒരു നമ്പർ മാത്രമായിരിക്കും റിസൾട്ടിലുള്ളത്. അപ്പോൾ നമുക്ക് ഇതിനൊരു എക്സാമ്പിൾ എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ വർഷത്തിന്റെ ആദ്യ ക്ലാസ്സുകളിൽ പഠിച്ചു വർക്ക് എന്ന ക്വാണ്ടിറ്റി എന്താണ്? ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ് നമ്മൾ പഠിച്ചു. വർക്ക് കിട്ടുന്നത് എങ്ങനെയാണ്? ഫോഴ്സ് മൾട്ടിപ്ലൈഡ് ബൈ ഡിസ്പ്ലേസ്മെന്റ്. ഫോഴ്സ് ഒരു വെക്ടർ ക്വാണ്ടിറ്റിയാണ്, ഡിസ്പ്ലേസ്മെന്റ് മറ്റൊരു വെക്ടർ ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ റിസൾട്ട് വർക്ക് എന്താണ്? ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റിയുമാണ്. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും എഴുതാം, രണ്ട് വെക്ടറുകളെ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ കിട്ടിയ ആൻസർ എന്താ? ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്. അതുകൊണ്ട് എഫ് ഡോട്ട് എസ് ഈക്വൽസ് എന്താന്ന് നമുക്ക് പറയാം? വർക്ക് ഡൺ എന്ന് പറയാം. അപ്പോൾ നമുക്ക് അതുകൊണ്ട് തന്നെ ഇനി നമ്മൾ ഫിസിക്സിൽ എഴുതുമ്പോൾ എഫ് മൾട്ടിപ്ലൈഡ് ബൈ എസിന് നമ്മൾ ധൈര്യമായിട്ട് കയറി ഇൻറ്റു എന്ന് എഴുതുന്നതിന് പകരം അവിടെയും പ്രോഡക്റ്റ് എടുക്കുന്നതിനാൽ ഫിസിക്സിൽ നമ്മൾ കുറച്ചും കൂടെ ആധികാരികമായതുകൊണ്ട് നമ്മൾ എഴുതും എഫ് മൾട്ടിപ്ലൈഡ് ബൈ എസിനെ എഫ് ഡോട്ട് എസ് എന്ന് എഴുതാം. ഡോട്ട് പ്രോഡക്റ്റ് ആണ്. ഡോട്ടിന്റെ അർത്ഥം കിട്ടുന്ന റിസൾട്ട് എന്താണ്? മാഗ്നിറ്റ്യൂഡ് മാത്രമുള്ള വർക്ക് ഡൺ ആണ്. വർക്ക് ഈസ് എ സ്കെയിലാർ ക്വാണ്ടിറ്റി ആയതുകൊണ്ട്. ഇതിനെക്കുറിച്ച് ഒന്നും കൂടെ മനസ്സിലാക്കാനുള്ള കാര്യം, നമ്മളിപ്പോൾ പറഞ്ഞല്ലോ വെക്ടർ എയും വെക്ടർ ബി എന്താന്നൊക്കെ പറഞ്ഞല്ലോ. വെക്ടർ എ എന്താണ്, വെക്ടർ ബി എന്താണ്, ആംഗിൾ തീറ്റ ഉണ്ട് എന്നെ കൊണ്ടെന്ന് പറഞ്ഞു. ഈ കോസ് തീറ്റ എന്ന് പറയുന്നത് ഈ തീറ്റയുടെ കോസ് ഫംഗ്ഷൻ ആണെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കറിയാം ഈ തീറ്റ എന്ന ആംഗിൾ എടുക്കേണ്ടത് എ എന്ന വെക്ടറിന്റെ ടെയിലും ബി എന്ന വെക്ടറിന്റെ ടെയിലും ജോയിൻ ചെയ്യുന്നിടത്ത് ആംഗിൾ തീറ്റയാണ് നമ്മൾ എന്നാ ചെയ്യുന്നത്? കോസ് തീറ്റയിലെ തീറ്റയായിട്ട് ഉപയോഗിക്കുന്നത്. കാരണം നമുക്ക് വേറൊരു ആംഗിൾ തീറ്റ അവിടെ വരാം, ഇങ്ങനൊരു ആംഗിൾ ഔട്ട്സൈഡ് ആംഗിൾ വരാം. ഇതൊരു ആംഗിൾ ആണ്, മൊത്തം ആംഗിൾ 360 ആണ്. ഇതെന്ന് വെച്ചാൽ തീറ്റ ആണെങ്കിൽ ബാക്കി എത്ര ആയിരിക്കും? 360 മൈനസ് തീറ്റ എന്നൊക്കെ നമുക്ക് എഴുതാമെങ്കിലും നമുക്കൊരു കൺഫ്യൂഷൻ വേണ്ട. അതുകൊണ്ട് എ എന്ന വെക്ടറിന്റെയും ബി എന്ന വെക്ടറിന്റെയും കോയിൻസൈഡ് ചെയ്യുന്ന ആംഗിൾ ആണ് നമുക്ക് തീറ്റ എന്ന് എടുക്കേണ്ടത്. ഒന്നും കൂടെ വ്യക്തമായിട്ട് പറഞ്ഞാൽ ചെറിയ ആംഗിൾ ഏതാണോ അതാണ് നമുക്ക് തീറ്റയായിട്ട് എടുക്കേണ്ടത്, ഔട്ട്സൈഡ് ആംഗിൾ അല്ല. സപ്പോസ് നമുക്ക് കാര്യം കൂടെ നോക്കാം. നമുക്ക് ഈ ഫോഴ്സിന്റെ ഡിസ്പ്ലേസ്മെന്റ് നോക്കാം. എനിക്ക് കിട്ടിയ ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് 3 ആണെന്ന് വെച്ചോ, 3 ന്യൂട്ടൺ ആണെന്ന് വെച്ചോ. ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞു, ഞാനൊരു ഫോഴ്സ് കൊടുത്തപ്പോൾ ഉണ്ടായ ഡിസ്പ്ലേസ്മെന്റ് 2 മീറ്റർ ആണെന്ന് വെച്ചു. അങ്ങനെയാണെങ്കിൽ ഞാനിപ്പോൾ ഒരു ഫിഗർ ആയിട്ട് വരച്ചാൽ ഞാൻ കൊടുത്ത ഫോഴ്സ് മുഖാന്തരം ഡിസ്പ്ലേസ്മെന്റ് സഞ്ചരിച്ച മറ്റൊരു ദിശയിലാണ്. അപ്പോൾ ഫോഴ്സിന്റെ ഞാൻ എത്ര മാഗ്നിറ്റ്യൂഡ് കൊടുത്ത് 3 ആണ്, ഡിസ്പ്ലേസ്മെന്റ് 2 ആണ്. അതായത് കൊടുത്ത ഫോഴ്സിന്റെ ദിശയിലല്ല ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായത് എങ്കിൽ ആംഗിൾ തീറ്റ ആണെങ്കിൽ ആ ആംഗിൾ 60 ആണെന്ന് ഞാൻ പറയുകയാണ്. ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റ് നമ്മൾ ആംഗിൾ 60 ആണെന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഇവിടെ പറയാം എഫ് ഡോട്ട് എസ് is equal to f s cos theta എന്ന് പറയാം. or f dot s is equal to f എത്രയാണ്? 3 ആണ്. ഇൻറ്റു എസ് എത്രയാണ്? 2 ആണ്. ഇവിടെ ഇൻറ്റു ഇടാം, കാരണം എന്താ? നമ്മൾ മാഗ്നിറ്റ്യൂഡുകൾ മാത്രമേ മൾട്ടിപ്ലൈ ചെയ്യുന്നുള്ളൂ. നമ്മൾ എവിടെയാ ഡോട്ട് ഇട്ടത്? നമുക്ക് ആ മൾട്ടിപ്ലൈ ചെയ്യപ്പെടേണ്ട ആൾക്കാർക്കാണ് ഡോട്ട് ഇട്ടത്. 3 × 2 മൾട്ടിപ്ലൈ ബൈ കോസ് 60 ആണ്. കോസ് 60 എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാം 1/2 ആണ്. അപ്പൊ നമുക്ക് എഴുതാം 3 × 2 × 1/2 ആണ്. 2 × 2 ക്യാൻസൽ നമുക്ക് എന്നാ കിട്ടും? 3 ജൂൾസ് എന്ന് കിട്ടും. വർക്ക് ഡൺ എന്ന് പറയുന്നത്. നമുക്ക് എളുപ്പത്തിൽ അങ്ങനെയുള്ള ചോദ്യങ്ങളും ചെയ്യാം. അപ്പൊ എനിക്ക് മറ്റൊരു സംശയം, ഈ എ ഡോട്ട് ബി എന്ന് നമ്മൾ എഴുതിയായിരുന്നല്ലോ, എ ഡോട്ട് ബി എന്ന് എഴുതുന്നത് നമുക്ക് ബി ഡോട്ട് എന്ന് എഴുതിയാലും ശരിയാകുമോ? അതായത് നമുക്കിവിടെ ഉള്ളത് എ ഡോട്ട് ബി എന്നൊരു നൊട്ടേഷൻ ആണ്. എ ഡോട്ട് ബി എന്നൊരു നൊട്ടേഷൻ ഉണ്ട്. എ ഡോട്ട് ബി ഈക്വൽസ് ബി ഡോട്ട് എന്ന് നമുക്ക് എഴുതാൻ സാധിക്കുമോ? അതുകൂടെ നമുക്കൊന്ന് നോക്കാം. തൽക്കാലം നമുക്കറിയാം എന്താണ് എ. എ എന്ന വെക്ടർ ആണ്. ഇത് എ ആണ്, വലുതാക്കി വരയ്ക്കാം. എ എന്നൊരു വെക്ടർ ആണ്. ഇത് ബി എന്ന മറ്റൊരു വെക്ടർ ആണ്. എയും ബിയും ആണ്. ഇടയ്ക്കുള്ള ആംഗിൾ ആണ് തീറ്റ. ഓക്കെ, എ ഡോട്ട് ബി എന്ന് വെച്ചാൽ എന്താണ്? എ എന്ന വെക്ടർ ബിയിൽ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റ് ആണ്. എ വർക്കിംഗ് ഓൺ ബി ആണ്. അപ്പൊ നമുക്ക് എഴുതാം എ ഡോട്ട് ബി എന്ന് പറയുന്നത് വെക്ടർ എ ഡോട്ട് വെക്ടർ ബി എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് എ മൾട്ടിപ്ലൈഡ് ബൈ മോഡുലസ് ഓഫ് ബി ഇൻറ്റു കോസ് തീറ്റ ആണ്. അതാണ് തീറ്റ. അപ്പൊ അതൊരു ആന്റി ക്ലോക്ക് വൈസിലാണ്. എ വർക്കിംഗ് ഓൺ ബി ആണ്. ആന്റി ക്ലോക്ക് വൈസിലാണ് എ വർക്കിംഗ് ഓൺ ബി. ഇനി നമുക്ക് വാട്ട് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് ബി വർക്കിംഗ് ഓൺ എ? ബി ഡോട്ട് എ.
ബി ഡോട്ട് എ വർക്കിംഗ് എന്ന് വെച്ചാൽ അങ്ങനെ കറങ്ങണം, ബി വർക്കിംഗ് ഓൺ എ എന്ന് വെച്ചാൽ ഇതാണ് നമുക്ക് കറങ്ങേണ്ട ആംഗിൾ, ശരിയല്ലേ? ഇനി എടുക്കേണ്ടത് ബി ഡോട്ട് എ ആണ്. ബി ഡോട്ട് എടുക്കുമ്പോൾ എങ്ങനെ നമ്മൾ എടുക്കുന്നത്? ബി വർക്കിംഗ് ഓൺ എ ആണ്, ബി ഓൺ എ ആണ്. അപ്പൊ നമുക്ക് ഈ ആംഗിൾ തീറ്റ ആണെങ്കിൽ ബാക്കി ആംഗിൾ എത്ര ആയിരിക്കും? 360 മൈനസ് തീറ്റ ആയിരിക്കും. അപ്പൊ നമ്മൾ എഴുതും ദാറ്റ് ഈസ് ഈക്വൽ ടു മോഡുലോസ് ഓഫ് എ മൾട്ടിപ്ലൈഡ് ബൈ മോഡ് ബി ഇൻറ്റു കോസ് ഓഫ് 360 മൈനസ് തീറ്റ എന്ന് എഴുതാം. നിങ്ങൾക്ക് മാത്സ് ഒക്കെ പഠിച്ചിട്ടുള്ളവരാ, അപ്പൊ നിങ്ങൾക്ക് അറിയാം കോസ് 360 മൈനസ് തീറ്റ എത്രയാണ്? ഇറ്റ് ഈസ് പോസിറ്റീവ് കോസ് തീറ്റ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതാം ബി ഡോട്ട് എ ഈക്വൽസ് എങ്ങനെ എഴുതാം? വെക്ടർ എ മൾട്ടിപ്ലൈഡ് ബൈ വെക്ടർ ബി ഇൻറ്റു കോസ് 360 മൈനസ് തീറ്റയ്ക്ക് പകരം നമുക്ക് ഇനി എന്നാ എഴുതാം? കോസ് തീറ്റ എന്ന് എഴുതാം. കോസ് തീറ്റ, ശരിയല്ലേ? എന്ന് വെച്ചാൽ നിങ്ങൾ നോക്കി എ ഡോട്ട് ബി ഈക്വൽസ് എന്താ? ബി ഡോട്ട് എ ആണ്. അപ്പൊ നമുക്ക് എഴുതാം എ ഡോട്ട് ബി ഈക്വൽസ് എന്താണ്? ബി ഡോട്ട് എ ആണ്. ദാറ്റ് മീൻസ് ദ ഡോട്ട് പ്രോഡക്ട്സ് അഥവാ സ്കെയിലാർ പ്രോഡക്ട്സ് ഒബേസ് ഏത് ലോയാ? കമ്മ്യൂട്ടേറ്റീവ് ലോ അനുസരിക്കുന്നുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോൾ കമ്മ്യൂട്ടേറ്റീവ് ലോ അനുസരിക്കുന്നവരാണ് ഡോട്ട് പ്രോഡക്ട്സ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, അത് മനസ്സിലായല്ലോ? ശരി, ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്തൊരു ടോപ്പിക്കിലേക്ക് നോക്കാം. ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ നമ്മളിപ്പോൾ പറഞ്ഞു എ ഡോട്ട് ബി എന്ന് പറയുന്നത് എ ബി കോസ് തീറ്റ ആണ്, അല്ലെ? എ ഡോട്ട് ബി എ ബി കോസ് തീറ്റ ആണെങ്കിൽ എ ഡോട്ട് ബി എന്ന് പറയുന്നത് എ ബി കോസ് തീറ്റ ആണെങ്കിൽ വാട്ട് ഹാപ്പൻസ് വെൻ എ ആൻഡ് ബി ആർ പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ? എ എന്ന വെക്ടർ ഇതാണ്, ബി എന്ന വെക്ടർ ഇതാണ്. അങ്ങനെയാണെങ്കിൽ പെർപെൻഡിക്കുലർ അല്ലെ, ആംഗിൾ 90 അല്ലേ ജനറേറ്റ് ചെയ്തത്? അങ്ങനെയാണെങ്കിൽ വാട്ട് മേ ബി എ ഡോട്ട് ബി? നമുക്കറിയാം കോസ് തീറ്റ ഇപ്പൊ എത്രയാണ്? കോസ് 90 ആണ്. കോസ് 90 ആകുമ്പോൾ എന്നാ പറ്റും? എ ബി ഇൻറ്റു കോസ് 90. കോസ് 90 0 അല്ലേ? അപ്പൊ നമുക്ക് എന്നാ കിട്ടും? എ ഡോട്ട് ബി ഈക്വൽസ് എന്നാ എഴുതാം? ഈക്വൽസ് 0 എന്ന് എഴുതാം. എ ഡോട്ട് ബി ഈക്വൽസ് 0 ആകും when the angle between A and B is mutually perpendicular, അല്ലെങ്കിൽ angle between A and B is 90 degree. ഇനി അതല്ല, എ ഡോട്ട് ബി നമ്മളൊരു ക്വസ്റ്റ്യൻ പറയുക, എ ഡോട്ട് ബി ഈക്വൽസ് 0 ആണ്. ഓക്കെ, എ ഡോട്ട് ബി ഈക്വൽസ് 0 ആണ്. ബട്ട് ഓൾസോ ദ ആംഗിൾ ബിറ്റ്വീൻ എ ആൻഡ് ബി ഈസ് 0 ആണെന്നും കണ്ടീഷൻ പറയുക. എയും ബിയും തമ്മിൽ ആംഗിൾ എന്താണ്? 0 ആണെന്ന് വെച്ചാൽ രണ്ടുപേരും എങ്ങനെയാണ്? വെക്ടർ എയും വെക്ടർ ബിയും പാരലലും ആണ്. എന്നിട്ടും എ ഡോട്ട് ബി 0 കിട്ടി. അതെങ്ങനെ സംഭവിക്കാം എന്നൊരു ചോദ്യം നിങ്ങൾക്ക് ചോദിച്ചാൽ അതിന്റെ അർത്ഥം എ ഡോട്ട് ബിയില് എ ബി ആംഗിൾ 0 ആണ്. എ ഡോട്ട് ബിയില് എയും ബിയും തമ്മിലുള്ള ആംഗിൾ 0 ആണെങ്കിൽ കോസ് തീറ്റ കോസ് 0 കോസ് 0 1 ആണ്. 1 ഇൻറ്റു എ ഇൻറ്റു ബി, 1 ഇൻറ്റു എ ഇൻറ്റു ബി, വെക്ടർ എ മോഡ് ഓഫ് എ ഇൻറ്റു മോഡ് ഓഫ് ബി എന്ന് പറയുന്നത് 0 ആകണമെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഐദർ എ ഓർ ബി മസ്റ്റ് ബി എന്തായിരിക്കും? 0 ആയിരിക്കും. ഒന്നുകിൽ എ അല്ലെങ്കിൽ ബി. അതെന്താകാം? 0 ആയതുകൊണ്ടാണ് എ ഡോട്ട് ബി എന്താകുന്നത്? 0 ആകുന്നത്. ഈവൻ ഇഫ് ദ ആംഗിൾ ബിറ്റ്വീൻ എ ആൻഡ് ബി ഈസ് 0 ആയാൽ. അപ്പൊ എയോ ബിയോ 0 ആയാലും അഥവാ എയും ബിക്കിടയിൽ ആംഗിൾ 90 ആയാലും എ ഡോട്ട് ബി എന്നാവും? 0 ആകുമെന്ന് മനസ്സിലാക്കാം. ഇത് നമുക്ക് നേരത്തെ നമ്മുടെ ബോർഡ് എക്സാമിന് ചെയ്തിട്ടുള്ള ചോദ്യമാണ്. എ ഡോട്ട് ബി ഈക്വൽ 0 ആണ്, പക്ഷേ എയും ബിയും പാരലുമാണ് എങ്കിൽ വാട്ട് മേ ബി ദ കേസ്? അപ്പൊ നമുക്ക് പറയാം ഐദർ എ ഓർ ബി എന്ന് പറയുന്നത് എന്തായിരിക്കാം? 0 ആയിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓർത്തോഗണൽ യൂണിറ്റ് വെക്ടേഴ്സ് വ്യക്തമായി മനസ്സിലാക്കിയിരുന്നു, ക്ലിയർ ആയിട്ട്. എന്താണ് ഓർത്തോഗണൽ യൂണിറ്റ് വെക്ടേഴ്സ്? ഐയും ജെയും കെയും ഒക്കെ ഏതൊക്കെ ആക്സിസിന്റെ യൂണിറ്റ് വെക്ടറുകളാണ്, എന്തുകൊണ്ടാണ് അവരെ അങ്ങനെ വിളിക്കുന്നത്, ഓർത്തോഗണൽ യൂണിറ്റ് വെക്ടേഴ്സ് എന്താണ് അവരുടെ പ്രാധാന്യം, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയത്. എങ്കിലൊന്ന് പെട്ടെന്ന് പറഞ്ഞാൽ എക്സ് ആക്സിസ്, വൈ ആക്സിസ്, ഇസഡ് ആക്സിസിൽ എക്സ് ആക്സിസിൽ ഏത് വെക്ടർ ക്വാണ്ടിറ്റി വന്നാലും, അത് ഫോഴ്സ് ആകാം, ഡിസ്പ്ലേസ്മെന്റ് ആകാം, അല്ലെങ്കിൽ മറ്റ് വെക്ടർ ആക്സിലറേഷൻ ആകാം, വെലോസിറ്റി ആകാം, ഏത് വെക്ടർ ക്വാണ്ടിറ്റി വന്നാലും അവരുടെ യൂണിറ്റ് വെക്ടറിന്റെ ദിശയാണ് ഏതാണ്? ഐ ക്യാപ്പ്. വൈയിൽ വരുന്ന വെക്ടറിന്റെ യൂണിറ്റ് വെക്ടറിന്റെ ദിശയാണ് ജെ ക്യാപ്പ്. ഇസഡിലുള്ള യൂണിറ്റ് വെക്ടർ ഡയറക്ഷനാണ് കെ ക്യാപ്പ്. അപ്പൊ നമ്മൾ ഐയും ജെയും കണ്ടാൽ നമുക്ക് മനസ്സിലാകും, നിങ്ങൾ ഉദ്ദേശിച്ചാൽ നിങ്ങളുടെ വെക്ടർ കൊണ്ട് ഡയറക്ഷൻ ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ നമുക്ക് ഇവിടെ ആ ഓർത്തോഗണൽ യൂണിറ്റ് വെക്ടേഴ്സിനെ കുറച്ച് ഓപ്പറേഷൻസ് കൂടെ നമുക്ക് നോക്കാം. നമ്മൾ പഠിച്ചു വെച്ചാൽ ഇങ്ങനെ എക്സ് ആക്സിസിലെ ഓർത്തോഗണൽ യൂണിറ്റ് വെക്ടർ ആണ് ഐ, വൈ ആക്സിസിലെ ഓർത്തോഗണൽ യൂണിറ്റ് വെക്ടർ ആണ് ജെ ക്യാപ്പ്. അത് തന്നെ ഇസഡ് ആക്സിസിലെ ഓർത്തോഗണൽ യൂണിറ്റ് വെക്ടർ ആണ് കെ ക്യാപ്പ്. ശരിയല്ല? ഇസഡ് ആക്സിസ് എന്ന് വെച്ചാൽ പ്രൊജക്റ്റഡ് ടു ദ സ്പേസ് ആണ്, പ്രൊജക്റ്റഡ് ടു ദ സ്പേസ് ആണ് ഐ ക്യാപ്പ്, ജെ ക്യാപ്പ്, കെ ക്യാപ്പ്. ഇനി സപ്പോസ്
നമ്മളിപ്പോൾ എ ഡോട്ട് ബി എന്ന ഒരു ക്വാണ്ടിറ്റി നമ്മളിപ്പോൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. എ ഡോട്ട് ബി ഈക്വൽ നമുക്ക് കിട്ടിയത് മോഡ് ഓഫ് എ ഇൻറ്റു മോഡ് ഓഫ് ബി ഇൻറ്റു എന്നാ കിട്ടിയത് നമുക്ക് കോസ് തീറ്റ എന്നാണ് കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ എ ഡോട്ട് ബി ഞാൻ കമ്പണന്റ് ഫോമിൽ എഴുതിയാൽ അപ്പം നമുക്ക് ഇങ്ങനെ എഴുതാം. എ എന്ന വെക്ടറിനെ നമുക്ക് ഇങ്ങനെ എഴുതാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു എ ഓഫ് എക്സ് ഐ പ്ലസ് എ ഓഫ് വൈ ജെ അല്ലേ പ്ലസ് എ ഇസഡ് കെ എന്ന് എഴുതാം. അതുപോലെ തന്നെ ബി എന്ന വെക്ടറിനെ ഇങ്ങനെ എഴുതാം. ബി എക്സ് ഐ അതിന്റെ കമ്പണന്റ് ഫോം ആണ്. നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദമായിട്ട് മനസ്സിലാക്കിയായിരുന്നു. ബി വൈ ജെ പ്ലസ് ബി ഇസഡ് എന്നാ എഴുതി നമ്മൾ കെ. ഓക്കെ, അതിന്റെ കമ്പണന്റ് ഫോം ആണ്. എയുടെയും ബിയുടെ എ എന്ന വെക്ടറിന്റെ ബി എന്ന വെക്ടറിന്റെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ പലപ്പോഴും നമുക്ക് എ ഡോട്ട് ബി എടുക്കാൻ വന്നാൽ ഈ ഐ ഡോട്ട് ഐയും ജെ ഡോട്ട് ജെ ഒക്കെ എടുക്കേണ്ടി വരും. കാരണം എ ഡോട്ട് ബി എടുക്കുമ്പോൾ എ എക്സ് ഐ ഇൻറ്റു ബി എക്സ് ഐ ചെയ്യേണ്ടി വരും, എ എക്സ് ഐ ഇൻറ്റു ബി വൈ ജെ ചെയ്യേണ്ടി വരും, എ എക്സ് ഐ ഇൻറ്റു ബി ഇസഡ് കെ ചെയ്യേണ്ടി വരും. കമ്പണന്റ് ഫോംസിലേക്ക് ആകുമ്പോൾ ഫോഴ്സ് എന്ന ക്വാണ്ടിറ്റി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. നമ്മൾ കൊടുക്കുന്ന ഫോഴ്സിന് 3 കമ്പണൻസ് വരെ വരാം. അപ്പൊ അങ്ങനെയുള്ള കേസുകളിൽ നമുക്ക് ഓർത്തോഗണൽ യൂണിറ്റ് വെക്ടേഴ്സിന്റെയും ഡോട്ട് പ്രോഡക്റ്റ് എടുക്കേണ്ടി വരാം. അപ്പൊ അങ്ങനെ അതിന്റെ ഓപ്പറേഷൻസ് നമുക്ക് നോക്കാം. നമുക്ക് ഐ ഡോട്ട് ഐയുടെ ആൻസർ എന്താ നമുക്ക് നോക്കാം. ഐ ഡോട്ട് ഐയുടെ ആൻസർ നമുക്ക് നോക്കാം. ഐ ഡോട്ട് ഐ അതായത് ഇപ്പൊ ഐ എന്ന വെക്ടറിന്റെ യൂണിറ്റ് ഡയറക്ഷൻ നിങ്ങൾക്ക് അറിയാം എക്സിലല്ലേ. ഇനി മറ്റൊരു വെക്ടറിന്റെയും ഐ എന്ന യൂണിറ്റ് വെക്ടർ ഡയറക്ഷൻ ഏത് തന്നെ ആയിരിക്കും, എക്സിൽ തന്നെ ആകത്തില്ലേ. അപ്പൊ ഐ ഡോട്ട് ഐ എന്ന് പറയുന്നത് എന്തായിരിക്കാം, എക്സ് ആക്സിസിലുള്ള ഐ മൾട്ടിപ്ലൈഡ് ബൈ മറ്റൊരു വെക്ടറിന്റെ എക്സ് ആക്സിസിലുള്ള ഐ ആണ്. അപ്പൊ നമ്മൾ എടുക്കുമ്പോൾ എങ്ങനെ എഴുതണം ആൻസർ? ഐ ഡോട്ട് ഐ എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് ഐ മൾട്ടിപ്ലൈഡ് ബൈ മോഡുലസ് ഓഫ് ഐ ഇൻറ്റു കോസ് തീറ്റ ആയിരിക്കും. കോസ് തീറ്റ ഇവിടെ എത്രയാണ്? രണ്ടും എക്സ് ആക്സിസിലല്ലേ. ആദ്യത്തെ വെക്ടറിന്റെ ഐയും എക്സിലാണ്, അല്ലെങ്കിൽ ഐ എന്ന വെക്ടർ മുഴുവനും ഐ എന്ന യൂണിറ്റ് വെക്ടറിൽ എപ്പോഴും ഏത് ആക്സിസിലായിരിക്കും? എക്സ് ആക്സിസിലായിരിക്കും. അപ്പോൾ നമുക്ക് കോസ് തീറ്റയുടെ ആംഗിൾ എന്താ? ഇത് ആദ്യത്തെ ഒരു വെക്ടർ ആണെന്ന് വിചാരിക്കാം. രണ്ടാമതുള്ള ഒരു വെക്ടറിന്റെ ഐയും എക്സും വൈയും ഇസഡും ആണെന്ന് വിചാരിച്ചാൽ ഇത് ഐ ആണ്, ഇത് ജെ ആണ്, ഇത് നിങ്ങളോട് പറയുന്ന കെ എന്ന യൂണിറ്റ് വെക്ടർ ആണെങ്കിൽ ഐ ഇതല്ലേ ഐ എന്ന് പറയുന്നത്. ഐയും ഈ ഐയും എങ്ങോട്ടാ? രണ്ടും ഒരേ ദിശയിലേക്കാണ് നോക്കി നിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഐ ഡോട്ട് ഐയിലെ കോസ് തീറ്റ കോസ് 0 ആണ്, പാരലലാണ്. കോസ് 0 1 ആണ്. അപ്പൊ നമുക്കറിയാം യൂണിറ്റ് വെക്ടർ അല്ലേ, 1 ഇൻറ്റു 1 യൂണിറ്റ് വെക്ടർ ആവുമ്പോൾ മാഗ്നിറ്റ്യൂഡ് 1 അല്ലേ ഐയുടെ. 1 ഇൻറ്റു 1 ഇൻറ്റു 1 ആൻസർ എന്നാ കിട്ടും? 1. അപ്പോ ഐ ഡോട്ട് ഐയുടെ ആൻസർ എന്താണ്? 1 ആണ്. സിമിലർലി ജെ ഡോട്ട് ജെ എന്നാ കിട്ടും? ജെ ഡോട്ട് ജെ എന്നാ കിട്ടും? നിങ്ങൾക്ക് ഇപ്പൊ ആലോചിക്കാനുള്ളത് ജെ ഏത് ആക്സിസിലുള്ളതാ? വൈ എന്ന ആക്സിസിന്റെ യൂണിറ്റ് വെക്ടർ ഡയറക്ഷനാണ്. അപ്പൊ ഇവിടെയും ജെ എങ്ങോട്ടാ? വൈ എന്ന ആക്സിസിന്റെ യൂണിറ്റ് വെക്ടർ ഡയറക്ഷൻ. രണ്ടും ഒരേ ദിശയിലല്ലേ പോകുന്നത്, പാരലൽ അല്ലേ. അപ്പൊ ജെ ഡോട്ട് ജെ എന്തായിരിക്കും ആൻസർ? ജെ ഡോട്ട് മോഡ് ഓഫ് ജെ മൾട്ടിപ്ലൈഡ് ബൈ മോഡ് ഓഫ് ജെ ഇൻറ്റു കോസ് 0. രണ്ടും ഒരേ പാരലൽ ആംഗിൾ ആണ്. അവിടെ നമുക്ക് ആൻസർ എന്നാ കിട്ടും? 1 എന്ന് കിട്ടും. അപ്പൊ സിമിലർലി കെ ഡോട്ട് കെയും എന്ത് തന്നെ ആയിരിക്കും? കെ ഡോട്ട് കെയും എന്ത് തന്നെ എഴുതാം നമുക്ക്? 1 ആയിരിക്കും. അപ്പൊ നമുക്ക് ഒരു റിസൾട്ട് കിട്ടി. ഐ ഡോട്ട് ഐയുടെയും ജെ ഡോട്ട് ജെയുടെയും കെ ഡോട്ട് കെയുടെ ആൻസർ എപ്പോഴും എന്തായിരിക്കും? 1 ആയിരിക്കും. ഐ ഡോട്ട് ഐയും ജെ ഡോട്ട് ജെയും കെ ഡോട്ട് കെയും എന്തായിരിക്കും? 1 ആയിരിക്കും. ഇനി ഐ നമുക്ക് നേരത്തെ എഴുതിയ കമ്പണന്റ് ഫോമിൽ ഞാൻ അത് മായ്ച്ചു കളഞ്ഞു. നമ്മൾ കണ്ടു നമുക്ക് ഐ ജെയെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ട അവസരവും വരാം, ഐ ഡോട്ട് ജെയും വരാം, ഐ ഡോട്ട് രണ്ടാമത്തെ വെക്ടറിന്റെ ജെയും വരാം. ഐ എക്സ് ആക്സിസിലും ജെ വൈ ആക്സിസിലും. ആംഗിൾ എത്രയാണ്? ആംഗിൾ 90 ആണ്. ആംഗിൾ 90 ആയാൽ ഐ ഡോട്ട് ജെ എന്ന് പറയുമ്പോൾ ഐ മോഡ് ഓഫ് ഐ മൾട്ടിപ്ലൈഡ് മോഡ് ഓഫ് ജെ ഇൻറ്റു കോസ് ഓഫ് ആംഗിൾ എന്നാ പറയും? 90 ആണ്. കാരണം ഐ എക്സിലും ജെ വൈയിലുമാണ്. രണ്ടും മ്യൂച്വലി പെർപെൻഡിക്കുലർ അല്ലേ. അങ്ങനെയാണെങ്കിൽ കോസ് 90 0 ആണ്. അപ്പൊ ഐ ഡോട്ട് ജെ എന്താണ് ആൻസർ? 0 ആയിരിക്കും. അപ്പൊ സിമിലർലി ഐ ഡോട്ട് ജെ 0 ആണെങ്കിൽ ജെ ഡോട്ട് കെയും എന്തായിരിക്കാം? 0 ആയിരിക്കാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ കെ ഡോട്ട് ഐ എന്തായിരിക്കാം? കെ ഡോട്ട് ഐ എന്തായിരിക്കാം? 0 ആയിരിക്കും. അപ്പൊ ഏത് മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വെക്ടറുകളെ മൾട്ടിപ്ലൈ ചെയ്താലും ഡോട്ട് പ്രോഡക്റ്റ് എടുത്താലും ആൻസർ എന്നാ പറ്റും? 0 ആയിരിക്കും. അപ്പോൾ നമുക്കിവിടെ മനസ്സിലാക്കാം സിമിലർ വെക്ടറുകളെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എളുപ്പത്തിൽ പഠിച്ചു വെക്കാൻ 1 കിട്ടും. ബാക്കി എല്ലാ വെക്ടറിന്റെ ഡോട്ട് പ്രോഡക്റ്റ് യൂണിറ്റ് വെക്ടർ ഡോട്ട് പ്രോഡക്റ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും എന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, അത് നമുക്ക് അവിടെ നിർത്താം. നമുക്കൊരു പ്രോബ്ലം ഒന്ന് ചെയ്തു നോക്കാം ഇതുമായിട്ട് ബന്ധപ്പെട്ട്. എൻ്റെ കയ്യിലൊരു ക്വസ്റ്റ്യൻ ഉള്ളത്, ഞാൻ വെക്ടർ എ എന്ന് പറയുന്നത്
വെക്ടർ എ എന്ന് പറയുന്നത് 5i മൈനസ് 6j പ്ലസ് 2k എന്ന് എഴുതുകയാണ്. അതുപോലെ വെക്ടർ ബി എന്ന് പറയുന്നത് വീണ്ടും 6i പ്ലസ് 3j പ്ലസ് 4k എന്ന് എഴുതുക. ഓക്കെ, എനിക്ക് എ ഡോട്ട് ബി അറിയണം. എ ഡോട്ട് ബി നമുക്ക് നോക്കാം. സിമ്പിൾ അല്ലേ? എളുപ്പത്തിൽ നമുക്ക് നോക്കാം. എ ഡോട്ട് ബി അറിയണമെങ്കിൽ എന്നാ ചെയ്യണം? നമുക്ക് 5i × 6i ചെയ്യണം. എ ഡോട്ട് ബി ഇങ്ങനെ എഴുതി നമുക്ക് ഒന്ന് എഴുതി നോക്കിയാൽ 5ia മൈനസ് 6j പ്ലസ് 2k ഡോട്ട് 6i ബി അതല്ലേ പ്ലസ് 3j പ്ലസ് 4k എന്ന് എഴുതാം. നമുക്ക് എന്നാ ചെയ്യണം? 5i × 6i ചെയ്യണം, 5i × 3j ചെയ്യണം, അങ്ങനെ 5i × 4k ചെയ്യണം. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞു ഐ ഡോട്ട് ഐ എത്രയാണ്? ഐ ഡോട്ട് ഐ എത്രയാണ്? 1 ആണ്. ജെ ഡോട്ട് ജെ എന്താണ്? 1 ആണ്. കെ ഡോട്ട് കെ എന്താണ്? 1 ആണ്. പകരം ഐ ഡോട്ട് മറ്റ് വെക്ടറുകളുടെ മൾട്ടിപ്ലൈ ചെയ്താൽ എല്ലാ ആൻസർ എന്നാ പറ്റും? ഐ ഡോട്ട് ജെ 0 ആണ്, ജെ ഡോട്ട് കെ 0 ആണ്. അങ്ങനെയല്ലേ നമ്മളിപ്പോൾ പഠിച്ചത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് എളുപ്പത്തിൽ ഇത് ചെയ്യാൻ പറ്റും അല്ലേ? 5i ഡോട്ട് 6i 5 × 6 എത്രയാണ്? 30 ആണ്. ഐ ഡോട്ട് ഐ എത്രയാണ്? 1 ആണ്. ഓക്കെ, മൈനസ് 5i × 3j ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഐ × j എന്താണ്? ഐ ഡോട്ട് ജെ എന്താണ്? 0 ആണ്. അപ്പൊ നമ്മൾക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ ഐ ഡോട്ട് കെ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ചെയ്താലും ആൻസർ എന്നാ പറ്റി പോകും? 5 × 4 20 കിട്ടും. പക്ഷെ ഐ ഡോട്ട് കെ എന്നാ പറ്റും? 0 ആയി പോകും. അപ്പൊ അത് വീണ്ടും നമുക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അപ്പൊ നമുക്ക് എളുപ്പത്തിൽ ഇനി എന്നാ ചെയ്താൽ മതി? ജെ ഡോട്ട് ജെ ചെയ്യണം, കെ ഡോട്ട് കെ ചെയ്യണം. ബാക്കി ഒന്നും നമുക്ക് ഇനി ചെയ്യണ്ട. അപ്പൊ മൈനസ് 6 × +3 എത്ര കിട്ടും? 18 എന്ന് കിട്ടും. ജെ ഡോട്ട് ജെ 1 ആണ്. പ്ലസ് 2 × 4 എന്നാ കിട്ടും? 8 കിട്ടും. കെ ഡോട്ട് കെ എന്താണ്? 1 ആണ്. അപ്പൊ 30 മൈനസ് 18 പ്ലസ് 8 എന്ന് കിട്ടും. അത് നമുക്ക് എങ്ങനെ ആൻസർ കിട്ടും? 12 മൈനസ് 8 എന്ന് കിട്ടും. 12 മൈനസ് അല്ല, 12 പ്ലസ് 8 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര കിട്ടും? 20 എന്ന് കിട്ടും. അപ്പോൾ ഒരു ആൻസർ നമുക്ക് കിട്ടി. എ ഡോട്ട് ബിയുടെ ആൻസർ നമുക്ക് കിട്ടി. എത്ര കിട്ടി? എ ഡോട്ട് ബി ഈക്വൽസ് എന്നാ കിട്ടി? 20 എന്ന് കിട്ടി. ഓക്കെ, ശരി. ഓക്കെ, അത് മനസ്സിലായല്ലോ. നമുക്ക് 2 ഡോട്ട് പ്രോഡക്റ്റ് എടുത്തപ്പോൾ ആൻസർ 20 കിട്ടി. നമുക്ക് മറ്റൊരു പ്രോബ്ലം കൂടെ നോക്കാം. ഇവിടെ ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ പറയാൻ പോകുന്നത് എ എന്ന വെക്ടറിന്റെ വാല്യൂ 5i പ്ലസ് 2k പ്ലസ് 9 2k അല്ല 2j പ്ലസ് 9k ആണ്. ഓക്കെ, ആൻഡ് വെക്ടർ ബി ഈക്വൽസ് 10i പ്ലസ് 4j പ്ലസ് 18k എന്ന് പറയുക. അങ്ങനെയാണ് നമുക്ക് എ ഡോട്ട് ബി ഒന്ന് കണ്ടുപിടിക്കണം. എ ഡോട്ട് ബി മാത്രമല്ല, എനിക്ക് ഇവിടുത്തെ ചോദ്യം വാട്ട് ഈസ് ദ ആംഗിൾ ക്രിയേറ്റഡ് ബിറ്റ്വീൻ എ ആൻഡ് ബി. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു വെക്ടർ എയും വെക്ടർ ബിയും തമ്മിൽ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ എ ഡോട്ട് ബി എന്ന് പറയുന്നത് എന്താണ്? മോഡ് ഓഫ് എ ഇൻറ്റു മോഡ് ഓഫ് ബി ഇൻറ്റു കോസ് തീറ്റ ആണ്. വേർ തീറ്റ ഇസ് ദ ആംഗിൾ ബിറ്റ്വീൻ എ ആൻഡ് ബി ആണ്. തീറ്റ ഇസ് ദ ആംഗിൾ ബിറ്റ്വീൻ എ ആൻഡ് ബി ആണ്. എന്നോട് ഇപ്പോഴത്തെ ചോദ്യം വാട്ട് ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ എ ആൻഡ് ബി? ഈ തന്നിരിക്കുന്ന വെക്ടറുകളുടെ ഇടയ്ക്കുള്ള ആംഗിൾ എത്രയാണെന്ന് എന്നോട് ചോദിച്ചേക്കുന്നത്. അപ്പൊ നമുക്ക് ചോദിച്ചേക്ക ഉത്തരം നമുക്കൊന്ന് കണ്ടുപിടിക്കാം. അപ്പം ഇവിടെ നമുക്കറിയാം വെക്ടർ എ ഡോട്ട് വെക്ടർ ബി ഈക്വൽസ് ആണ് എ ബി കോസ് തീറ്റ. എങ്കിൽ കോസ് തീറ്റ എന്ന് പറയുന്നത് ആരാണ്? നമുക്ക് ഇങ്ങനെ എഴുതാം, വെക്ടർ എ ഡോട്ട് വെക്ടർ ബി മൈനസ് അല്ല ബൈ മോഡ് ഓഫ് എ മൾട്ടിപ്ലൈഡ് ബൈ മോഡ് ഓഫ് ബി എന്ന് വെച്ചാൽ മാഗ്നിറ്റ്യൂഡുകളെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നോക്കാം. നമുക്ക് ആദ്യമേ എ ഡോട്ട് ബി ഒന്ന് ചെയ്ത് നോക്കാം. വെക്ടർ എ ഡോട്ട് വെക്ടർ ബി നമുക്ക് എളുപ്പമല്ലേ? ആരെയൊക്കെ മൾട്ടിപ്ലൈ ചെയ്യണം? ഐ ഡോട്ട് ഐ ചെയ്യണം, ജെ ഡോട്ട് ജെ ചെയ്യണം, കെ ഡോട്ട് കെ ചെയ്യണം. ബാക്കി ആരും സ്റ്റാൻഡ് ചെയ്യത്തില്ല. അപ്പോൾ 5 × 10 എന്നാ കിട്ടും? 50 അല്ലേ? പ്ലസ് 4 × 2 എന്നാ കിട്ടും? 8 കിട്ടും. പ്ലസ് 9 × 18 എന്നാ കിട്ടും? 162 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ ആൻസർ കിട്ടും. എ ഡോട്ട് ബി ഈക്വൽസ് ഇത്രയാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 162 പ്ലസ് 8 170 പ്ലസ് 50 220 എന്ന് കിട്ടി. ഇനി നമുക്ക് ആരെ വേണം? എ മോഡ് ഓഫ് എ മൾട്ടിപ്ലൈഡ് ബൈ മോഡ് ഓഫ് ബി വേണം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു 2 വെക്ടറുകൾ ഉണ്ടെങ്കിൽ മോഡ് അതിൻ്റെ മാഗ്നിറ്റ്യൂഡുകളെ കണ്ടുപിടിക്കാൻ എന്നാ എഴുതാൻ മതി? ഏതൊരു വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ അതിൻ്റെ കമ്പണന്റ് ഫോം ആണെങ്കിൽ അതിൻ്റെ കോഎഫിഷ്യന്റുകളുടെ സ്ക്വയർ എടുത്താൽ മതി എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു അല്ലേ? നമ്മൾ പ്രൂവ് ചെയ്യുകയും ചെയ്തിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ ഈ കാര്യങ്ങളൊക്കെ. അപ്പോൾ എ എന്ന വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് മാത്രം കണ്ടുപിടിക്കണമെങ്കിൽ എന്നാ എഴുതാൻ മതി? എ എന്ന വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് മാത്രം കണ്ടുപിടിക്കണമെങ്കിൽ അതിന്റെ കോഎഫിഷ്യന്റുകൾ ഐയുടെ കോഎഫിഷ്യന്റ് 5 5ന്റെ സ്ക്വയർ എത്ര? 25 പ്ലസ്
2ന്റെ സ്ക്വയർ എത്ര 4 പ്ലസ് 9ന്റെ സ്ക്വയർ എത്രയാണ് 81. ആൻസർ എന്നാ കിട്ടും 25 പ്ലസ് 4 പ്ലസ് 81. 81 പ്ലസ് 4 85 ആണ്. 85 പ്ലസ് 25 110 ആണ്. ഓക്കെ, അവിടെ കിട്ടി. അതുപോലെ വെക്ടർ ബിയുടെ മറ്റേതല്ല, മാഗ്നിറ്റ്യൂഡ് ഓഫ് ബിയും കൂടെ വേണം. റൂട്ട് ഓഫ് ആരേക സ്ക്വയർ 10ന്റെ സ്ക്വയർ 100 100 പ്ലസ് 16 4ൻ്റെത് പ്ലസ് 18ന്റെ സ്ക്വയർ 324. ആൻസർ എന്നാ കിട്ടും റൂട്ട് ഓഫ് 440 എന്ന് കിട്ടും. ശരിയല്ലേ? അപ്പോൾ നമുക്ക് മോഡുലസ് ഓഫ് എ മോഡുലസ് ഓഫ് ബിയും ഒക്കെ കിട്ടി. എങ്കിൽ നമുക്ക് കോസ് ഫംഗ്ഷൻ കണ്ടുപിടിക്കണമെങ്കിൽ, കോസ് തീറ്റ കണ്ടുപിടിക്കണമെങ്കിൽ കോസ് തീറ്റ ഈസ് ഈക്വൽ ടു എന്നാ എഴുതാം? നമുക്ക് ഇക്വേഷൻ ഉണ്ട് എ ഡോട്ട് ബി. എ ഡോട്ട് ബി എത്രയാണ്? എ ഡോട്ട് ബി എത്രയാണ്? 220 ആണ്. അപ്പോൾ 220 ഡിവൈഡഡ് ബൈ എ ബി എത്രയാണ്? റൂട്ട് ഓഫ് മോഡ് ഓഫ് എ 110 ആണ്. 110 മോഡ് ഓഫ് ബി എത്രയാണ്? 440 ആണ്. ശരിയല്ലേ? ഞാനൊരു കാൽക്കുലേറ്ററൊക്കെ എടുത്ത് ചെയ്യാൻ ശ്രമിച്ചാൽ എനിക്ക് കിട്ടുന്ന ഉത്തരം കോസ് തീറ്റ ഈസ് ഈക്വൽ ടു, നിങ്ങളും ചെയ്യാൻ നോക്കിക്കോളുക, 220 ഡിവൈഡഡ് ബൈ എന്നാ കിട്ടും അറിയാമോ? 220 എന്ന് കിട്ടും. ആൻസർ എന്നാ കിട്ടും? 1 കിട്ടും. റൂട്ട് ഓഫ് 110 റൂട്ട് ഓഫ് 440 ചെയ്ത് നോക്കിക്കോളുക, ആൻസർ 220 ആയിരിക്കും. അപ്പോൾ നമുക്ക് കോസ് തീറ്റ ഇപ്പം എത്ര കിട്ടി? 1 കിട്ടിയില്ലേ? എന്ന് വെച്ചാൽ ആംഗിൾ കോസ് തീറ്റ എന്ന് പറയുന്ന ആൻസർ എത്ര? ആംഗിൾ എത്ര? 1 കിട്ടി. കോസ് തീറ്റ 1 ആകും. എപ്പോഴാകും? തീറ്റ എപ്പോഴായാലേ 1 ആവത്തുള്ളൂ. തീറ്റ 0 ആയാലേ 1 ആവത്തുള്ളൂ. നമ്മൾ പഠിച്ചു കോസ്, അല്ലെങ്കിൽ ഇൻവേഴ്സ് എടുത്ത് നോക്കുക കാൽക്കുലേറ്ററിൽ. അതല്ല ആംഗിൾ തീറ്റ 0 ആകുമ്പോഴാണ് കോസ് 0 ആണ് എന്താ കിട്ടുന്നത്? 1 കിട്ടുന്നത്. എന്ന് വെച്ചാൽ എയ്ക്കും ബിക്കും ഇടയ്ക്കുള്ള ആംഗിൾ എത്ര ആണെന്ന് ഇവിടുന്ന് മനസ്സിലാക്കേണ്ടത് 0 ആണ്. എന്ന് വെച്ചാൽ രണ്ടും എന്താ? പാരലൽ വെക്ടേഴ്സ് ആണ്, അല്ലെങ്കിൽ കോലീനിയർ വെക്ടേഴ്സ് ആണെന്ന് മനസ്സിലാക്കാം. കോലീനിയർ. പക്ഷെ നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാൻ കുറച്ചും കൂടെ എളുപ്പത്തിലൊരു മാർഗമുണ്ട് ഈ പ്രോബ്ലം ചെയ്യാൻ. എല്ലാ പ്രോബ്ലം ഇങ്ങനെ ആകണമെന്നില്ല, എങ്കിലും നമുക്ക് ഇങ്ങനത്തെ പ്രോബ്ലംസും വരാം. ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്കിവിടെ നോക്കാം, ആ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയാൽ മതി. ആ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കാണാം, എയും ബിയും തമ്മിൽ ഉള്ള വെക്ടറുകൾ തമ്മിട്ടുള്ളതിൽ എയും ബിയും തമ്മിൽ ബന്ധം കാണാം. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ എ എന്ന വെക്ടറിനെ ഒരു സ്കെയിലറായ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് ബി കിട്ടുന്നത്. ശരിയല്ലേ? 5 into 2 എ എന്ന വെക്ടറിലെ 5i into 2 10, എയിലെ 2 into 2 4, എയിലെ 9 into 18 അല്ലെ? അപ്പൊ ബി എന്ന വെക്ടർ എന്ന് വെച്ചാൽ എന്താണ്? ബി എന്ന വെക്ടർ 2 മൾട്ടിപ്ലൈഡ് ബൈ എ എന്ന വെക്ടർ ആണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇങ്ങനെയുള്ള അവസരങ്ങൾ എന്ന് വെച്ചാൽ അർത്ഥം നിങ്ങൾക്ക് അറിയാം, എ എന്ന വെക്ടർ ആണ് ഇതെങ്കിൽ ബി എന്ന വെക്ടർ ഏതാണ്? ബി എന്ന വെക്ടർ 2 times എ ആയിരിക്കും. ഇതല്ലേ അതിന്റെ അർത്ഥം? രണ്ടും ഒരേ ദിശയിലാണ്, 2 times എയിലുമാണ്. അപ്പൊ ഇത് അവരുടെ ബന്ധമെങ്കിൽ 2 times എ ആണെങ്കിൽ ഇവർ തമ്മിൽ ആംഗിൾ ഇപ്പൊ എത്ര? എയും ബിയും തമ്മിൽ ആംഗിൾ ഇല്ല, രണ്ടും ഒരേപോലെ അല്ല പോകുന്നത്, ആംഗിൾ 0 ആണ്. അപ്പൊ ചോദ്യത്തിലൊക്കെ നമുക്ക് നോക്കുമ്പോൾ തന്നെ ഉത്തരം ചിലപ്പോൾ നമുക്ക് ചില ക്വസ്റ്റ്യൻസിൽ മനസ്സിലാക്കാൻ പറ്റും. ഇനി ഇതപ്പോൾ നമ്മളോട് ചോദ്യമല്ല, നമ്മളോട് ചോദിച്ചെങ്കിൽ ചോദ്യം ഇങ്ങനെയാണ് ചോദിച്ചേക്കുന്നത്, -10i -4j -18k ആണ് ചോദ്യം. അതായത് എ വെക്ടർ ഇതാണ്, ബി എന്ന വെക്ടർ -10i -4j -18k എന്നാണ് ചോദ്യമെങ്കിൽ നമുക്കപ്പോൾ മനസ്സിലാക്കാം 5 into എത്രയാണ് -10? 5 into -2 ആണ് -10. 2 into എത്രയാണ് -4? -2. അപ്പൊ നിങ്ങൾക്കറിയാം എ എന്ന വെക്ടറിനെ എന്തോ കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്ത്? -2 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്ത്. അപ്പൊ ബി എന്ന വെക്ടർ കിട്ടിയത് എപ്പോഴാണ്? -2 of a ആണ്. ശരിയല്ലേ? -2 of a എന്ന് വെച്ചാൽ എ എന്ന വെക്ടർ ഇതെങ്കിൽ ബി എന്ന വെക്ടർ എന്താ? -2 times എ ആണ്. -2 times എന്ന് വെച്ചാൽ എ എന്ന വെക്ടറിന് ഓപ്പോസിറ്റ് ദിശയിലായിരിക്കുമല്ലോ ബി എന്ന വെക്ടർ. -2 times എ അല്ലേ? അപ്പൊ രണ്ട് വെക്ടറുകളാണ്. ഒരാള് പോസിറ്റീവ് വെക്ടർ, മറ്റേ ആൾ എന്താ? നെഗറ്റീവ് വെക്ടറുമാണ്. ഇവർ നമ്മൾ ആംഗിൾ ഇപ്പൊ എത്രയാണ്? 180 ആണ്. അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം. നിങ്ങളോട് ചോദിക്കൂ ആംഗിൾ തീറ്റ എത്രയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം. നിങ്ങൾക്ക് എഴുതാൻ പറ്റും ആംഗിൾ ബിറ്റ്വീൻ ദ വെക്ടേഴ്സ് ആർ 180. ഇപ്പൊ നിങ്ങൾ ഇത്രയും പ്രോബ്ലംസ് i.യും j.യും ഒക്കെ ചെയ്ത് ആൻസർ കണ്ടുപിടിക്കേണ്ട എളുപ്പത്തിൽ തന്നെ നമുക്ക് കോലീനിയർ വെക്ടേഴ്സ് ആണെങ്കിൽ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അതങ്ങനെയുള്ള ചോദ്യങ്ങൾ നമുക്ക് വരാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് സംശയങ്ങളൊന്നും ഉണ്ടാകാൻ ചാൻസ് ഇല്ല. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻസ് ആയിട്ട് എന്നോട് ചോദിക്കാവുന്നതാണ്. ഓക്കെ, നമുക്ക് അടുത്തൊരു ചോദ്യം കൂടെ നോക്കാം. ചോദ്യം ഇതാണ്, ഇഫ് വെക്ടർ A equals 4i plus 3j plus k and vector B equals I plus j, find
ആംഗിൾ ബിറ്റ്വീൻ ആര് തമ്മിലുള്ള ആംഗിളാ? വെക്ടർ എ ആൻഡ് വെക്ടർ ബി. ഇതാണ് ചോദ്യം. വെക്ടർ എ ആൻഡ് വെക്ടർ ബി. അപ്പൊ ചോദ്യം ഇതാണ്, വെക്ടർ എ ഈസ് ഈക്വൽ ടു എന്താണ്? 4i പ്ലസ് 3j പ്ലസ് കെ ആണ്. വെക്ടർ ബി ഈസ് ഈക്വൽ ടു i പ്ലസ് ജെ ആണ്. അപ്പൊ നമുക്കറിയാം എ ഡോട്ട് ബി ഈക്വൽസ് എന്താണ്? വെക്ടർ എ ഡോട്ട് വെക്ടർ ബി എന്താണ്? അപ്പൊ നമുക്ക് പറയാം വെക്ടർ എ മോഡ് ഓഫ് ബി മൾട്ടിപ്ലൈഡ് ബൈ കോസ് തീറ്റ. ഇനി അങ്ങനെയാണെങ്കിൽ നമുക്ക് കോസ് തീറ്റ ഈക്വൽസ് എന്നാ എഴുതണം? വെക്ടർ എ ഡോട്ട് വെക്ടർ ബി ഡിവൈഡഡ് ബൈ മോഡ് ഓഫ് എ ബൈ എ ഇൻറ്റു ബി. അപ്പോൾ എഴുതാം എ ഡോട്ട് ബി. എ ഡോട്ട് ബി അങ്ങനെ എന്നെ നമ്മൾ പറഞ്ഞു ഐ ഡോട്ട് ഐയും ജെ ഡോട്ട് ജെയും കെ ഡോട്ട് കെയും മാത്രമേ സ്റ്റാൻഡ് ചെയ്യൂ. അപ്പോൾ ഐ ഡോട്ട് ഐ 4 ഇൻറ്റു 1 അല്ലേ? ഇതിന് കോഎഫിഷ്യന്റ് 1 അല്ലേ ഐ? അപ്പോൾ 4 ഇൻറ്റു 1 4 ആണ്. പ്ലസ് ജെ ഡോട്ട് ജെ 3 ഇൻറ്റു ഇതിന് കോഎഫിഷ്യന്റ് 1 3 പ്ലസ് കെ ഡോട്ട് ഇവിടെ ആരും ഇല്ലല്ലോ. അപ്പോൾ എന്താണ്? കെ ഇൻറ്റു 0 ആയ കെയുടെ കോഎഫിഷ്യന്റ് 1 ഇൻറ്റു 0 ആയ അപ്പോൾ എന്നാ എഴുതാം? 0 ഡിവൈഡഡ് ബൈ എ. എയുടെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കണം. മാഗ്നിറ്റ്യൂഡ് എങ്ങനെ കണ്ടുപിടിക്കുന്നേ? മാഗ്നിറ്റ്യൂഡ് നമ്മൾ കണ്ടുപിടിക്കാം. ഇത്രയേ ഉള്ളൂ. ഓരോ കോഎഫിഷ്യൻസിന്റെ സ്ക്വയർ എടുക്കുക. 4ന്റെ സ്ക്വയർ എ എന്ന വെക്ടറിന്റെ ഐ ക്യാപ്പിനോട് കൂടെ നിൽക്കുന്ന ആടെ കോഎഫിഷ്യന്റ് 4ന്റെ സ്ക്വയർ പ്ലസ് ജെയുടെ കൂടെ നിൽക്കുന്ന ആടെ സ്ക്വയർ 3യുടെ സ്ക്വയർ പ്ലസ് കെയുടെ കൂടെ ആടെ നിൽക്കുന്നത് 1. ദാറ്റ് ഈസ് ഈക്വൽ ടു 16 പ്ലസ് 9 പ്ലസ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു എന്നാ കിട്ടും? 25. റൂട്ട് 25 എത്രയാണ്? 5 ആണ്. അടുത്ത ബി മോഡ് ഓഫ് ബി മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കണം. എന്നാ ഐയുടെ മാഗ്നിറ്റ്യൂഡ് എന്താ? 1 സ്ക്വയർ ആണ്. പ്ലസ് ജെയുടെ മാഗ്നിറ്റ്യൂഡ് എന്താ? സ്ക്വയർ ചെയ്യണം 1. കോഎഫിഷ്യന്റ് 1 അല്ലേ? 1 പ്ലസ് 1 എന്നാ കിട്ടും? റൂട്ട് ഓഫ് 2 എന്ന് കിട്ടും. ശരി, അപ്പോൾ നമുക്ക് എന്നാ എഴുതാം? ദാറ്റ് ഈസ് ഈക്വൽ ടു 5 അതായത് മോഡ് എയുടെ 5 ഇൻറ്റു മോഡ് ബിയുടെ എന്താണ്? റൂട്ട് 2 ആണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ എന്നാ കിട്ടും നമുക്ക് ആൻസർ? 4 + 3 എത്ര കിട്ടും? 7 ബൈ 5 ഇൻറ്റു റൂട്ട്. അപ്പോൾ എന്നാ എഴുതാം? 5 റൂട്ട്. അപ്പോൾ നമുക്ക് കോസ് തീറ്റ ഈസ് ഈക്വൽ ടു ഇങ്ങനെ കിട്ടും 7 ബൈ 5 റൂട്ട് 2. അപ്പോൾ തീറ്റ എന്നാ എഴുതാം? കോസ് ഇൻവേഴ്സ് 7 ബൈ 5 റൂട്ട് 2 ആണ്. അങ്ങനെ നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ഡോട്ട് പ്രോഡക്റ്റുകൾ എടുക്കുന്നതുകൊണ്ടുള്ള പ്രയോജനങ്ങൾ, നമുക്ക് എന്തൊക്കെ പ്രോബ്ലംസ് വരാമെന്നൊക്കെ നമുക്ക് ബ്രീഫായിട്ടൊരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. എങ്കിലും എനിക്ക് അവസാനം പറയാനുള്ള 2 കാര്യങ്ങളും കൂടെ ഉണ്ട്. വാട്ട് വിൽ ബി ദ പ്രോഡക്റ്റ് ഓഫ് എ ഡോട്ട് വെക്ടർ എ ഡോട്ട് വെക്ടർ എ എന്തായിരിക്കും? ആൻസർ വെക്ടർ എ ഡോട്ട് വെക്ടർ എ. അത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം. വെക്ടർ എ ഡോട്ട് വെക്ടർ എ എന്ന വെക്ടറിനെ അതേ വെക്ടറോട് മൾട്ടിപ്ലൈ ചെയ്യുന്നു അല്ലേ? ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുന്നു എ എന്ന വെക്ടറിനെ. അപ്പൊ നമുക്ക് എടുക്കുമ്പോഴേ നമുക്ക് എഴുതേണ്ടത് എന്താ? എ മോഡ് ഓഫ് എ മൾട്ടിപ്ലൈഡ് ബൈ മോഡ് ഓഫ് എ മൾട്ടിപ്ലൈഡ് ബൈ കോസ് തീറ്റ. എ എന്ന വെക്ടറിന്റെ ആംഗിളിനോ എ എന്ന വെക്ടറിനും അതേ വെക്ടറായ എയോട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 വെക്ടറും തമ്മിലുള്ള ആംഗിൾ എന്താ? 0. രണ്ടും ഒരുപോലെ അല്ലേ? എ എന്ന വെക്ടറിന്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുത്താൽ ആ വെക്ടറും അതുപോലെ തന്നെ ഇരിക്കുമല്ലേ? രണ്ടും ഒരേ ഡയറക്ഷനിലാണ്. അപ്പൊ അവർ തമ്മിലുള്ള ആംഗിൾ എന്താ? 0 ആണ്. അപ്പോൾ കോസ് തീറ്റ എന്നാ പറ്റും? കോസ് 0 ആണ്. കോസ് 0 എത്രയാണ്? 1 ആണ്. അപ്പോൾ നമുക്ക് എന്നാ എഴുതാം? മോഡ് ഓഫ് എ സ്ക്വയർ. മോഡ് ഓഫ് എ സ്ക്വയർ ആകുമ്പോൾ നമുക്ക് എ സ്ക്വയർ എന്ന് എഴുതാം. കാരണം സൈൻ ഡസ് നോട്ട് മാറ്റർ ഹിയർ അല്ലേ? മോഡ് ഓഫ് എ സ്ക്വയറിലെ മോഡുലസ് ഇടുന്നത് എന്തിനാണ്? പ്ലസ് ആയാലും മൈനസ് ആയാലും ഉള്ളിലുള്ള സൈൻ എവിടെ മാറ്റർ ചെയ്യത്തില്ല? ആൻസറിൽ മാറ്റർ ചെയ്യില്ല. അപ്പോൾ നമുക്ക് എ ഡോട്ട് എ എന്നാ എഴുതാം? എ ഡോട്ട് എ എന്തായിരിക്കും? എ സ്ക്വയർ ആയിരിക്കും. ഓർത്തിരിക്കുക. കാരണം നമുക്ക് വെക്ടർ അടുത്ത സെക്ഷൻ പഠിക്കുമ്പോൾ എ ക്രോസ് എ എടുക്കുമ്പോൾ നമുക്ക് ആൻസർ വിഭിന്നമായിരിക്കാം. എ സ്ക്വയർ കിട്ടില്ല. നമുക്ക് അടുത്ത സെക്ഷനിൽ പഠിക്കാം. നമ്മൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പക്ഷെ അവസാനിപ്പിക്കുന്നതിന് മുൻപ് എനിക്ക് എന്താണ് ഈ ഡോട്ട് പ്രോഡക്റ്റ് എന്നൊന്ന് പറഞ്ഞു തരണം നിങ്ങൾക്ക്. അതായത് വാട്ട് യു മീൻ ബൈ ഡോട്ട് പ്രോഡക്റ്റ്? നമുക്ക് ഇപ്പോഴേ ഇതിൻ്റെ ഫിസിക്കൽ മീനിങ്ങിലേക്ക് നോക്കിയിട്ട് പോവാം. നമ്മളിപ്പോൾ പറഞ്ഞു എ എന്ന വെക്ടറാണിത്, ബി എന്ന വെക്ടറാണിത് അല്ലേ? ബി എന്ന വെക്ടർ, എ എന്ന വെക്ടർ, ബി എന്ന വെക്ടർ. ഈ ബി എന്ന വെക്ടർ ഇപ്പോൾ നമ്മൾ എ ഡോട്ട് ബി എടുക്കുകയാണെങ്കിൽ നമ്മൾ എന്താ പറഞ്ഞേ? എ ഡോട്ട് ബി എന്ന് പറയുന്നത് എന്താണ്? എ ബി കോസ് തീറ്റയാണ്. എ ബി കോസ് തീറ്റയാണ്. ഓക്കെ, where theta is the angle between A and B. That is equal to AB cos theta എന്ന് എഴുതാം ഇല്ലേ? മോഡ് ഓഫ് എ ആകുമ്പോൾ മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ, ഡയറക്ഷൻ ഇല്ല. ഞാൻ ഈ ഫിഗർ ഒന്നും കൂടെ ഒന്ന് വരയ്ക്കുകയാണേ. ഫിഗർ വരയ്ക്കുന്നതിന് വേണ്ടി ഇത് വെക്ടർ എ ആണ്, ഇത് വെക്ടർ ബി ആണ്. ഓക്കെ, വെക്ടർ എയും വെക്ടർ ബി ഒക്കെ ഉണ്ട്. ശരി, വെക്ടർ ബി ഉണ്ട്.
ഈ ബി എന്ന വെക്ടറിന് ഞാനൊരു y ആക്സിസ് വരയ്ക്കാം. ആൻഡ് ഓൾസോ ഐ കൺസിഡർ ആൻ x ആക്സിസ് അലോങ് വെക്ടർ എ. അപ്പോൾ ബി എന്ന വെക്ടറിന് ഒരു x ആക്സിസും ഉണ്ട്, ഒരു y ആക്സിസും ഉണ്ടെന്നും കൂടെ ഞാൻ സങ്കല്പിക്കുകയാണ്. ആ x ആക്സിസിലൂടെ ആണ് എൻ്റെ വെക്ടർ എ ഇപ്പോൾ ഉള്ളത്. ഓക്കെ, ഇനി there is an angle created between b and theta. അതാണ് നമ്മുടെ എ ബി കോസ് തീറ്റ, കോസ് തീറ്റയിലെ തീറ്റ. ഞാനിപ്പോൾ ഈ ബുക്കിനെ വെക്ടർ എ ആയിട്ട് കൺസിഡർ ചെയ്യുവാണേ, ഈ പേനയെ വെക്ടർ ബി ആയിട്ട് കൺസിഡർ ചെയ്യുക. ഞാനിപ്പോൾ ഒരു പുഴയുടെ സൈഡിൽ നിൽക്കുന്ന തെങ്ങായിട്ട്, ഇതാ അതിൻ്റെ പുഴ, അതിൻ്റെ സൈഡിൽ നിൽക്കുന്ന ഇത് തെങ്ങ്. ഈ തെങ്ങ് വെട്ടിയിട്ടാൽ എങ്ങോട്ട് വീഴും? നേരെ പുഴയിലേക്ക് വീഴും. അല്ലെങ്കിൽ ചില സന്ദർഭങ്ങളിൽ, ചില ദിവസങ്ങളുടെ ചില സമയങ്ങളിൽ ഈ തെങ്ങിൻ്റെ നിഴൽ കൃത്യമായിട്ട് എവിടെ കാണാം? ഈ പുഴയിൽ കാണാം, ഇല്ലേ? ആ നിഴലെന്ന് വെച്ചാൽ നിങ്ങളുടെ തെങ്ങിന്റെ പ്രൊജക്ഷനാണ് എലോങ് ഇതുവഴി ആ പുഴയിലൂടെ. പുഴ നിങ്ങളുടെ ആരാ ഇപ്പോൾ? എക്സ് ആക്സിസ് ആണ് എന്ന് പറയുന്ന പോലെ ബി എന്ന വെക്ടർ നമ്മുടെ തെങ്ങാന്ന് വിചാരിച്ചോ. വെട്ടിയിട്ടാൽ എന്നാ പറ്റും? ആ തെങ്ങ് എങ്ങോട്ട് വീഴും? എയിലേക്ക് വീഴും. ആ ബിയുടെ അതേ നീളത്തിലുള്ള തെങ്ങ് എങ്ങോട്ട് വീഴും? എയിലേക്ക് വീഴും. ഞാൻ ആ ബിയുടെ അതേ നീളത്തിലുള്ള എയിലുള്ള പാർട്ടിനെ ഞാൻ വിളിക്കുന്ന പേരാണ് ബി എന്ന വെക്ടറിന്റെ പ്രൊജക്ഷൻ. ഞാൻ തെങ്ങ് വെട്ടിയൊന്നും ഇട്ടില്ല, ഇതൊക്കെ ഞാൻ ആലങ്കാരികമായിട്ട് പറഞ്ഞതേ ഉള്ളൂ. അവിടെ നമുക്ക് തെങ്ങിന്റെ കാര്യം ഒന്നും അല്ല ചിന്തിക്കേണ്ടത്. ബി എന്ന വെക്ടറിന്റെ എക്സ് ആക്സിസിലൂടെയുള്ള പ്രൊജക്ഷൻ ആണ് നമുക്കൊന്ന് കണ്ടുപിടിക്കേണ്ടത്. മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടല്ലോ ബി എന്ന വെക്ടറിന്റെ പ്രൊജക്ഷൻ എന്ന് വെച്ചാൽ എന്താണെന്ന്? ബി എന്ന വെക്ടറിന്റെ അതേ നീളത്തിൽ നമുക്ക് എയിൽ കിട്ടുന്ന ഒരു വെക്ടറാണ് ബിയുടെ പ്രൊജക്ഷൻ. അല്ലെങ്കിൽ ബി എന്ന വെക്ടർ എക്സ് ആക്സിസിലൂടെ ഉണ്ടാക്കുന്ന ബിയുടെ പ്രൊജക്ഷൻ ആണ് നമ്മളൊന്ന് കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ അത് കണ്ടുപിടിക്കാൻ വേണ്ടി ഇതിപ്പോൾ ഒരു ട്രയാങ്കിൾ ആയി. ഒ പി ക്യു ഒ എ ഞാൻ ഇവിടെ ക്യൂ എന്ന് കൊടുക്കുവാണേ, ഇവിടെ പി എന്ന് കൊടുക്കുകയാണേ. ഒരു ട്രയാങ്കിൾ ആയി. ഒ ക്യു പി ട്രയാങ്കിളിൽ നിന്ന് നമുക്ക് ഒ ക്യു എന്ന് പറയുന്നത് ബി എന്ന വെക്ടറിന്റെ ഏത് ആക്സിസാ? എക്സ് ആക്സിസാ. അത് കണ്ടുപിടിക്കാൻ വേണ്ടി അപ്പം തീറ്റ കണ്ടല്ലോ, തീറ്റയുടെ ഒ ക്യു പി ട്രയാങ്കിളിൽ നിന്ന് ഒ ക്യു എന്ന് പറയുന്നത് അഡ്ജസന്റ് സൈഡാ, തീറ്റയുടെ അഡ്ജസന്റ് സൈഡാ. അപ്പൊ കോസ് കമ്പോണന്റ് എന്ന് പറയുന്നത് അഡ്ജസന്റ് സൈഡായ ഒ ക്യു ഡിവൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആയ ഒ പി ആണ്. ഹൈപ്പോട്ടന്യൂസ് ആകാൻ കാര്യം 90 ഡിഗ്രി ആയതുകൊണ്ട്, 90ക്ക് ഓപ്പോസിറ്റ് ആണല്ലോ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഒ ക്യു ഈക്വൽസ് എന്നാ എഴുതാം? ഒ പി ഇൻറ്റു കോസ് തീറ്റ എന്ന് എഴുതാം. വട്ട് ഈസ് ഒ പി? ഒ പി എന്ന് വെച്ചാൽ നമ്മുടെ വെക്ടർ ബി ആ. അപ്പൊ ഒ ക്യു ഈക്വൽസ് എന്നാ എഴുതാം? ബി കോസ് തീറ്റ എന്ന് എഴുതാം. ഒ ക്യു ഈക്വൽസ് വട്ട് ഈസ് ഒ ക്യു? ഒ ക്യു എന്ന് പറയുന്നത് ബിയുടെ പ്രൊജക്ഷൻ എലോങ് എ ആണ്. ബിയുടെ പ്രൊജക്ഷൻ എലോങ് എ. ഇപ്പൊ തൽക്കാലം അങ്ങനെ മനസ്സിലാക്കിയാൽ ഒ ക്യു ഈക്വൽസ് പ്രൊജക്ഷൻ ഓഫ് ബി എലോങ് എ ആണ്. അത് എത്രയാണ്? അത് ബി കോസ് തീറ്റ. നമ്മളിവിടെ നോക്കിയേ, എ ഡോട്ട് ബി ഈക്വൽസ് നമ്മൾ എന്നാ എഴുത്? എ മൾട്ടിപ്ലൈഡ് ബൈ പ്രൊജക്ഷൻ ഓഫ് ബി എലോങ് ഇതുവഴിയാണ് എ. പ്രൊജക്ഷൻ ഓഫ് ബി എലോങ് എ, അതാണ് നമ്മുടെ ആര്? ബി കോസ് തീറ്റ. അപ്പൊ നമ്മൾ എ ഡോട്ട് ബി ചെയ്യുമ്പോൾ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത് എ എന്ന വെക്ടറിനെ ആരെ കൊണ്ടാ? ബി എന്ന വെക്ടറിന്റെ പ്രൊജക്ഷൻ എലോങ് എ ആണ്. അപ്പൊ നമുക്ക് ഇതിനെക്കുറിച്ച് കുറച്ചും കൂടെ ആധികാരികമായിട്ട് അടുത്ത ടോപ്പിക്കായ റെസൊല്യൂഷൻ ഓഫ് വെക്ടറെ മനസ്സിലാക്കാം. കാരണം നമുക്ക് ഈ പറയുന്ന ബി കോസ് തീറ്റയെ കമ്പണന്റ് ഓഫ് ബി എലോങ് എക്സ് ആക്സിസ് എന്ന് വിളിക്കാം. ബി എന്ന വെക്ടറിന്റെ ഒരു കമ്പണന്റ് അലോങ് എക്സ് ആക്സിസ് എന്ന് വിളിക്കാം. ഇതേപോലെ ബി എന്ന വെക്ടറിന്റെ വൈ ആക്സിൽ ഒരു കമ്പണന്റ് കാണും. അതാണ് നമുക്ക് കൂടുതലായിട്ട് പഠിക്കാനുള്ള കാര്യം. എങ്കിലും നമുക്ക് ഇപ്പോൾ ഒരു ചെറിയ ഐഡിയ കിട്ടിക്കാണും. എ ഡോട്ട് ബിയിലെ എ ബി കോസ് തീറ്റയിലെ ബി കോസ് തീറ്റ എന്ന് വെച്ചാൽ പ്രൊജക്ഷൻ ഓഫ് ബി എലോങ് ദ ഡയറക്ഷൻ ഓഫ് എ ആണെന്ന്. ഓക്കെ, അപ്പോൾ അതും കൂടെ പറഞ്ഞിട്ട് ഞാൻ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. നമ്മൾ ഇന്ന് പഠിച്ചത് സ്കെയിലാർ പ്രോഡക്റ്റ് ആണ്. സ്കെയിലാർ പ്രോഡക്റ്റ് എന്ന് വെച്ചാൽ എന്താണ്? രണ്ട് വെക്ടേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന റിസൾട്ട് ഡയറക്ഷൻ ഇല്ലാതെ മാഗ്നിറ്റ്യൂഡ് മാത്രമുള്ളതാണെങ്കിൽ വിളിക്കുന്ന പേരാണ് സ്കെയിലാർ പ്രോഡക്റ്റ്. നമ്മൾ ആദ്യം ഒരു എക്സാമ്പിൾ കണ്ടു. വർക്ക് ഈക്വൽസ് ഫോഴ്സ് മൾട്ടിപ്ലൈഡ് ബൈ ഡിസ്പ്ലേസ്മെന്റ് ആണ്. അതിൽ വർക്ക് എപ്പോഴും സ്കെയിലാർ ആണ്. ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും വെക്ടറുകളാണ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാനുള്ളത് രണ്ട് വെക്ടറുകളെ വീണ്ടും മൾട്ടിപ്ലൈ ചെയ്യാം. പക്ഷേ കിട്ടുന്ന ആൻസർ എന്തായിരിക്കാം? വെക്ടർ തന്നെ ആയിരിക്കാം. ആൻസറിനും ഡയറക്ഷൻ കാണും. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. എല്ലാവർക്കും നന്ദി. താങ്ക് യു.